കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നമ്മൾ മൂന്നാം ഭാഗം പഠിക്കുന്നത് പുറപ്പാട് പുസ്തകമാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ ഔട്ട്ലൈൻ നമുക്കൊന്ന് നോക്കണം. ഒന്നാം ബുക്കായ ഉൽപ്പത്തി 2 ഭാഗങ്ങളായിട്ട് പഠിച്ചു. അതിലാദ്യ ഭാഗത്ത് നമുക്കറിയാം പഠിച്ചതല്ല രണ്ടാം ഭാഗം പഠിച്ചത്, അതിന് വ്യത്യാസമുണ്ട്. രണ്ടാം ഭാഗത്ത് നിഴലിച്ച് നിൽക്കുന്ന വ്യക്തിയാണ് അബ്രഹാം അല്ലെങ്കിൽ അബ്രഹാമിനോട് ദൈവം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 400 വർഷത്തെ ഒരു വാഗ്ദാനമാണ് അബ്രഹാമിന് കൊടുക്കുന്നത്. 15-ാം അധ്യായം വരുമ്പോൾ പറയുന്നുണ്ട്. അതിപ്രകാരമാണ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതേ കാര്യമാണ് 400 വർഷങ്ങൾക്ക് ശേഷം. അവിടെ ഒരു ചെറിയ ഇടവേള കാണാം, 430 എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ 30 വർഷം എന്തുകൊണ്ട് ഇടവേള വന്നു എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ബൈബിൾ പ്രോജക്റ്റുകാർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ കുറേ കാര്യം കൊണ്ട് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ല, എന്നാലും നമുക്ക് പഠിക്കുവാൻ അത് വളരെ സഹായിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ഇവിടെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 12 മുതൽ കാണുന്ന ഇങ്ങനെയാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസും അവൻ്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട്, അവൻ എന്ന് പറയുന്നത് ദൈവം, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇസ്രായേൽ മക്കൾക്കുണ്ടായ ആ 80 വർഷത്തെ കഷ്ടകാലം, ആ പ്രയാസവും ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും. നമുക്കറിയാം 10 ബാധകൾ ഫറവോൻ്റെയും ഈജിപ്തുകാർക്ക് കൊടുത്ത കാര്യവും ദൈവം അന്നേ പറഞ്ഞതാണ്. 400 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 430 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അപ്പം ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ ഒന്നും മറികടക്കുവാനൊക്കില്ല. എന്നാൽ ദൈവം ഒരു കാര്യം യാദർച്ഛികമായിട്ടല്ല ചെയ്യുന്നത്. നാം ജനിച്ചത്, നാം ആയിരിക്കുന്നത്, ഈ സുവിശേഷം കേൾക്കുന്നത്, ഈ വചനം പഠിക്കുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള ആഴമായ കാര്യങ്ങളാണ് സത്യവേദ പുസ്തകത്തിൽ നാം പഠിക്കുന്നത്. ഇതിനെ നിസ്സാരമായിട്ട് ആരും തള്ളിക്കളയില്ല. നോക്കുക, അവിടെ പിന്നെന്താ പറയുന്നത്? എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ട് പോരും. നീയോ സമാധാനത്തോടുകൂടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. അപ്പോൾ ഇവിടെ പറയുന്നു, അവർ വെള്ളിയോടും പൊന്നിനോടും കൂടെ യാത്ര തിരിച്ചു. അപ്പോൾ ആ യാത്ര പോലും വളരെ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കി കൊടുത്ത് അവരെ മടക്കിക്കൊണ്ടുവരും എന്നാണ് അധികം പറയുന്നത്. അതൊന്നും യാദർച്ഛ്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒക്കില്ല. 430 വർഷം കഴിഞ്ഞ് നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇത്ര വ്യക്തമായി ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച ഒരു ഗോത്രപിതാവാണ് അബ്രഹാം. അബ്രഹാമും ദൈവവുമായിട്ടുള്ള ബന്ധം, അബ്രഹാമും ദൈവവുമായിട്ടുള്ള കവനൻ്റ്, ഇതൊക്കെ മനസ്സിലാകുമ്പോഴാണ് നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് മനസ്സിലാക്കുന്നത്. യുഗങ്ങൾക്ക് മാറ്റമുണ്ടാകും, തലമുറകൾ മാറിയെന്ന് വരും, എന്നാൽ ഒരിക്കലും മാറ്റപ്പെടാത്ത, ട്രാൻസെൻഡായിട്ട്, മരണമില്ലാത്ത, പരിധികളില്ലാത്ത, പരിമിതിയില്ലാത്ത, പരിണാമമില്ലാത്ത പരിശുദ്ധനായ ദൈവത്തെയാണ് നാം വിളിക്കുന്നത്. അത് മനസ്സിലാക്കണം. ഇനി നമുക്ക് നോക്കാം പുറപ്പാട് എന്താണെന്നുള്ളത്. അത്രയും വർഷം പോയി. അപ്പോൾ അത്രയും വർഷത്തെ ചരിത്രം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 50 വരെ നമ്മൾ പഠിച്ചു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ആ മക്കൾ എല്ലാവരും കൂടെ 70 പേര്. ചില കാര്യങ്ങൾ യോസഫിനെ കൂടെ കൂട്ടണം. എന്നാൽ നമുക്കറിയാം 70 നമുക്ക് കൂട്ടാം, അല്ലെങ്കിൽ 72 കൂട്ടാം, അല്ലെങ്കിൽ 74 കൂട്ടിക്കോ. എന്നാൽ ചുരുക്കം പേര്, എണ്ണാൻ കഴിയുന്ന അത്രയും ആൾക്കാർ മാത്രമാണ് ഇങ്ങോട്ട് പോയത്, ഈ ദേശത്ത് വന്നത്. എന്നാൽ ഈ 430 വർഷം കൊണ്ട് ഈ ഒരുപാട് ജനം മരിച്ചുപോയെന്ന് ഓർത്തോണം, ഒരുപാട് കുഞ്ഞുങ്ങളെ ഫാറോ നശിപ്പിച്ചെന്ന് ഓർത്തോണം. അപ്പോൾ ആ ജനത്തിനുണ്ടായ വർധനവ് ഭയങ്കരമാണ്. എങ്ങനെയാണെന്ന് എന്നോട് ചോദിക്കരുത്, നമുക്കതിനൊന്നും ആൻസർ തരാൻ ചിലതിന് കഴിയില്ല. അതുപോലെ ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ സാധിക്കുന്നുണ്ട്.
നമ്മൾ നോക്കുമ്പോൾ യാക്കോബ് മരിക്കുന്നു. ഈ അടക്കം വേദപുസ്തകത്തിലെ വലിയൊരു അടക്കം, 1 വർഷക്കാലം നീണ്ടുന്ന അടക്കമാണ്. അതിനുശേഷം ഈ പിതാക്കന്മാർക്ക് എന്ത് പറ്റി അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ നോക്കേണ്ടത് അപ്പോസ്തല പ്രവൃത്തി 15:20 നോക്കണം. ഇതാ ചില മിസ്സിംഗ് ലിങ്ക് എന്നൊക്കെ ഞാൻ പറയുന്നത്. നഷ്ടപ്പെട്ടു പോകുന്നില്ല, കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ചിലപ്പോൾ പുതിയ നിയമം വേണം. അതുകൊണ്ട് പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ പഠിച്ചെങ്കിൽ മാത്രമേ പുതിയ നിയമത്തിൻ്റെ പൊരുൾ മനസ്സിലാകുകയുള്ളൂ. നിഴല് പലപ്പോഴും നമ്മെ പൊരുളിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് സത്യം. അവിടെ എന്താ പറയുന്നത്? അവിടെ എഴുത്തുകാരൻ വളരെ കാലങ്ങൾക്ക് ശേഷം ഡോക്ടർ ലൂക്കോസാണ് എഴുതുന്നത്. അദ്ദേഹം ആരാണെന്നും എന്താണെന്നും ഒക്കെ നമുക്ക് പിന്നെ ആ വചനത്തിൻ്റെ ക്രമം അനുസരിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. എന്നാൽ അദ്ദേഹം എഴുതിയപ്പോൾ ഒരു കാര്യം എഴുതി. എങ്ങനെയാണെന്നറിയാമോ? അദ്ദേഹം ഒരു ചെറിയ പ്രസംഗം സ്റ്റീവൻ അല്ലെങ്കിൽ സ്തേഫാനോസ് ചെയ്യുന്ന പ്രസംഗം അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. ആ കോട്ട് ചെയ്യുന്ന ആ പ്രസംഗത്തിൽ അപ്പോൾ അവരുടെ ഇടയിൽ, യഹൂദന്മാരുടെ ഇടയിൽ ഈ കാര്യം സ്പഷ്ടമായ അറിവുണ്ടായിരുന്നു എന്നതിനൂടെ തെളിവാണ്. ഇല്ലെങ്കിൽ പുള്ളി എങ്ങനെ പ്രസംഗിക്കുകയല്ലോ. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഈ ഇടവേള, ഉൽപ്പത്തി നമുക്കറിയാം 50 മുതൽ പുറപ്പാട് വരെയുള്ള ഇടവേളയെക്കുറിച്ച് കൊടുക്കുന്ന ഒരു ലൈനാണത്. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവർ ആകെ 75 പേരായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, യോസഫിനെ കൂടെ കൂട്ടി. യോസഫ് 2 മക്കള് 3 ഭാര്യ. അപ്പോൾ പിന്നെയും ചില കണക്കുകൾക്ക് അല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിനെ ഒന്ന് ഹോൾഡ് ചെയ്യേ നമുക്ക് കൊണ്ടുവരാം. എത്ര കൃത്യമായിട്ട് കൊണ്ടുവരാം, കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ അതല്ല നമ്മുടെ വിഷയം. എണ്ണി തീർക്കാവുന്ന ഒരു ചെറിയ കുടുംബം, ആ കുടുംബമാണ് ഇങ്ങോട്ട് പോയത്, ഈജിപ്തിലേക്ക് പോയത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. യാക്കോബ് മിസ്രൈമിലേക്ക് പോയി, അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു. അവരെ ഷെഖേമിൽ കൊണ്ടുവന്ന് ഷെഖേമിൽ എമ്മോരിൻ്റെ മക്കളോട് അബ്രഹാം വില കൊടുത്ത് വാങ്ങിയ കല്ലറയിൽ അടക്കം ചെയ്തു. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം ഇസ്രായേലിൽ വർദ്ധിച്ച പെരുകി എന്നാണ് പറയുന്നത്. ഒടുവിൽ യോസഫിനെ അറിയാത്ത വേറൊരു രാജാവ് ഇസ്രായേലിൽ വാണു. മറ്റൊരു വംശത്തിൽപ്പെട്ട രാജവംശം യോസഫിനെ അറിയാവുന്ന രാജാക്കന്മാരെ കീഴടക്കി അവിടെ വന്നു എന്ന് കാണുവാൻ ചരിത്രം പറയുന്നുണ്ട്. അവിടെ പേരുകൾ പറയുന്നുണ്ട്, അതിൻ്റെ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പുതിയ രാജവംശം അവിടെ വന്നു. അപ്പോൾ അവരാരും ജോസഫിനോട് യോസഫുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ യോസഫിനെ അറിയാത്ത മറ്റൊരു രാജാവ് ഇസ്രായേലിൽ വാണു. അവൻ നമ്മുടെ വംശത്തോട് വായം പ്രയോഗിച്ചു, നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു, അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുത് എന്ന് വെച്ച് അവരെ പുറത്ത് ഇടുവിച്ചു. അക്കാലത്ത് മോശ ജനിച്ചു, ദിവ്യ സുന്ദരനായിരുന്നു. അപ്പോൾ ദിവ്യത്വം എന്നുള്ള വേർഡ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ദ പ്രോപ്പർ ചൈൽഡ്, ഡിവൈൻ ചൈൽഡ് എന്നൊക്കെയുണ്ട്. അപ്പോൾ ജനനം ഒരു ഡിവൈൻ ആകാനും സാധ്യതയുണ്ട്. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ ആ ജനനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു ഡിവൈനാണ്. ഒരു സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് ഡിവൈൻ എന്ന് പറയുന്നത്. അപ്പോൾ മോശയുടെ ജനനം ആ ഡിവൈൻ, ദിവ്യ സുന്ദരനായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മാനുഷികമായിട്ടുള്ള ിനെക്കാട്ടിലും കൂടുതൽ ദിവ്യമായ കാര്യങ്ങൾക്ക് കൊടുക്കുന്നു. നമ്മളും മനുഷ്യരായ നമുക്ക് ആ ദിവ്യമായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുകയോടെയാണ് മാനസാന്തരത്തിലൂടെ ദൈവത്തോട് ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് മുൻപോട്ട് പോകണമല്ലോ. നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് ഒന്നുകൂടെ ചിന്തിക്കുമ്പോൾ അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു. അപ്പോൾ അവരും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു എന്ന് പറയുമ്പോൾ യാക്കോബിനെ അടക്കിയതുപോലെ തന്നെ ഈ പിതാക്കന്മാരെയും കൊണ്ടുവന്ന് അവിടെ അടക്കി. എന്നാൽ ജോസഫിനെ അടക്കുവാനായിട്ട് ജോസഫ് അനുവദിച്ചില്ല. ജോസഫ് മരിക്കുമ്പോൾ ജോസഫിന് അറിയാമായിരുന്നു ഇതുപോലൊരു അടക്കം കിട്ടും. എന്നാൽ ജോസഫിന് വളരെ ആദർശമുള്ള, ദർശനമുള്ള, ദൂരവീക്ഷണമുള്ള ഒരു വ്യക്തിയായിരുന്നു. മൗണ്ടൻ പീക്ക് വിഷൻ എന്ന് പറയും. ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് നോക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. ജോസഫ് പറഞ്ഞു, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, കൊണ്ടുപോകല്ലേ, പക്ഷേ എന്നെ ഒരു പെട്ടി, ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കണം. എംബാം എന്ന് പറയുന്ന ആർട്ട് അവിടെയാണ് തുടങ്ങുന്നത്. യഹൂദന്മാർക്ക് അക്കാലം മുതലുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ അവരെന്ത് ചെയ്യുന്നറിയാം, ജോസഫിനെ ഒരു പ്രത്യേകമാകുന്ന ഒരു ശവപ്പെട്ടിക്കകത്ത് വെച്ച് അടക്കി എന്ന് പറഞ്ഞാണല്ലോ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത്. അത് ഇനി കാരണമുണ്ട്. ജോസഫ് പറഞ്ഞു, ഈ നാട് നമ്മുടെ നാടല്ല, നമുക്കൊരു പുറപ്പാടുണ്ട്. നമ്മുടെ പിതാക്കന്മാരോട് പറഞ്ഞ ആ വാഗ്ദത്ത നാട്ടിലേക്ക് ദൈവം നിങ്ങളെ സന്ദർശിക്കും, അവിടെ കൊണ്ടുപോകും.
ഒരുപക്ഷെ യോസഫിന് അറിയാമായിരുന്നു തന്നെ കൂടെ കൊണ്ടുവന്ന് അവിടെ അടക്കിയാൽ പിന്നെ ഈ കനാനുമായിട്ടുള്ള ബന്ധമോ ഒരു മെസ്സേജോ ജനത്തിന് കിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ജോസഫ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവനല്ലേ, സ്വപ്നം പ്രാപിച്ചവനും ദൈവികമാകുന്ന ആ ഡിവൈൻ ആ അനോയിൻറ്റിംഗ് ഉള്ള ഒരു മനുഷ്യനല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാണ് ഇവരെ ഇന്ന് പഠിപ്പിക്കാൻ. അപ്പോൾ ജോസഫിൻ്റെ ശവപ്പെട്ടി വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പുറപ്പാട് ദൈവം നിങ്ങൾക്കുണ്ട്. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എൻ്റെ അസ്ഥികളൂടെ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോകണം? വാഗ്ദത്ത നാട്ടിൽ പോകണം. അപ്പോൾ നമ്മൾ തെസ്സലോനിക്ക ലേഖനമോ കൊരിന്ത്യ ലേഖനമോ ഒക്കെ പഠിച്ച് വരാൻ പോകുന്ന നിത്യതയെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും നാം ഇവിടുന്ന് എടുക്കപ്പെടും എന്നൊക്കെ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാളും മുമ്പ്, എത്രയോ മുമ്പ് ഇതുപോലുള്ള പുറപ്പാടിനെ നിഴലായി ജോസഫ് പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പിച്ച ശേഷമാണ് മരിക്കുന്നത്. അത്രമാത്രം വീക്ഷണമാണ് ആ ജോസഫിനുണ്ടായിരുന്നത്. ഏകദേശം 1500 വർഷം ഇനിയും നോക്കിയാൽ ഈ പുറപ്പാടിനോടനുബന്ധിച്ച വാഗ്ദത്ത യുഗമാണ്. ഇപ്പോൾ വാഗ്ദത്ത യുഗം 430 വർഷം, അത് കഴിഞ്ഞു. ഇനി പുറപ്പാടെന്ന് പറയുന്നത് 1500 വർഷം നിൽക്കുന്ന ന്യായപ്രമാണ യുഗമാണ്. ആ ന്യായപ്രമാണ യുഗത്തിലേക്കുള്ള കാൽവെപ്പ് നടക്കുന്ന ദിവസങ്ങളായിരുന്നു ഈ പുറപ്പാട്. ഈ പുറപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് അവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവം ഈ 400 വർഷം കഴിഞ്ഞ് ഉടനെ ദൈവം കൊണ്ടുപോയോ? ഇല്ല. അത് ജനം ഏറ്റെടുക്കാഞ്ഞിട്ടാണോ? അല്ല. അപ്പം ആ 400 വർഷം കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ടുള്ള കവനൻ്റ് അവിടെ അവസാനിച്ചു. അപ്പോൾ ഈ ഇടവേള എക്സ്പറേഷൻ ഉണ്ടായി. ആ വാഗ്ദത്തം, ആ ഉറപ്പിന് 400 വർഷത്തെ വിലയുള്ളായിരുന്നു. ആ ഉറപ്പ് കഴിഞ്ഞപ്പോൾ ഇവര് അന്യപ്പെട്ടു പോയ പോലെ ആയിപ്പോയി. എന്നാൽ ദൈവം ആ ഉറപ്പിനെ അബ്രഹാമിനോട് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ നിന്റെ മക്കളെ ഇവിടെ കൊണ്ടുവരാം. അപ്പം ദൈവത്തിന് തീർച്ചയായിട്ടും ഇവരെ ഈജിപ്തിൽ നിന്നും കനാനിൽ കൊണ്ടുവന്നാൽ മതി. അതേ ദൈവമായിട്ടുള്ള വാഗ്ദത്തം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ വാഗ്ദത്തത്തിനോട് ചേർന്ന് കണ്ടിന്യൂവേഷനാണ് പുറപ്പാട്. ന്യായപ്രമാണ തുടങ്ങുന്നത് ഈ ജാതിക്ക് ഇതൊരു ജാതിയായി മാറി, ഒരു രാജ്യമായി മാറുവാണല്ലോ പുറപ്പാട്. അപ്പോൾ അവർക്ക് പിന്നെ പുതിയൊരു കൽപ്പന കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ പുതിയൊരു യുഗം കൊടുക്കുന്നതാണ് ഈ 5ാമത്തെ യുഗമായി നമ്മൾ പഠിക്കുന്ന ഡിസ്പെൻസേഷൻ ഓഫ് ലോ എന്ന് പറയുന്ന, അതുപോലെ തന്നെ നിയമങ്ങളുടെ ഒരു കാലഘട്ടം കൊടുക്കുകയാണ്. അത് മോശ മുഖാന്തരം കൊടുക്കുന്നു. അപ്പോൾ അബ്രഹാമിനോടുള്ളത് ഇവിടെ അവസാനിക്കുന്ന ഇടവേളയിലാണ് അവരുടെ കഷ്ടകാലം തുടങ്ങുന്നു. അതിനുശേഷം ദൈവം മോശയെ അയക്കുന്നു. മോശ ആദ്യം 40 വർഷം കൊട്ടാരത്തിൽ, മോശയ്ക്ക് 120 വയസ്സ് വരെ ജീവിച്ചിരുന്നു. പക്ഷേ താൻ പറയുന്നു, 90ാം സങ്കടത്തിൽ പറയുന്നത് മനുഷ്യൻ്റെ ആയുസ് ഏറെയായാൽ 70 or 80 ആണ്. പക്ഷെ അദ്ദേഹം 120 വർഷം വരെ ജീവിച്ചിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം അദ്ദേഹം കൂട്ടുന്നത് ആ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് പോകുന്ന കാലം മുതലാണോ എന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും നമുക്കറിയാം ആ 40 വർഷം ഒരു മരുഭൂമിയിൽ ആട്ടിടയനായി പോകുന്നു. വേദപുസ്തകത്തിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട് 7-ൽ, തൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു അവരെ വിടുവിക്കുന്ന ഉദ്ധാരകനാണ് താനെന്ന് അവർ ഗ്രഹിക്കും, നിരൂപിക്കും എന്ന് താൻ വിചാരിച്ചു. പക്ഷെ അവരെ മോശയെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ നിയോഗമുണ്ടായ ഒരു മനുഷ്യനാണെങ്കിലും ജനം അവരെ സ്വീകരിച്ചില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തി കാണുന്നുണ്ട്. നാമും ഈ രക്ഷയെ തള്ളിക്കളഞ്ഞാൽ നമുക്ക് ദൈവികമാകുന്ന അനുഗ്രഹങ്ങൾ തള്ളപ്പെട്ടു പോകുക എന്നുള്ളതിന് അതൊരു വലിയ സത്യമാണ്. എന്നിട്ട് മോശയെ വീണ്ടും ദൈവം കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ എക്സ്പറേഷനായ, ഇല്ലെങ്കിൽ ഈ യുഗം അവസാനിക്കുന്ന കാലഘട്ടത്തിൽ ഇവരേകദേശം മോശയുടെ പ്രായം വെച്ച് നോക്കിയാൽ 80-ൽ പരം വർഷം കഷ്ടപ്പെട്ടു. എങ്കിലും ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിച്ച് അവർക്ക് കൊടുത്ത നന്മ, അവർക്ക് കൊടുത്ത അനുഗ്രഹം, അവർക്ക് കൊടുത്ത വിടുതൽ, അവർക്ക് വേണ്ടി ദൈവം ചെയ്ത വീര്യപ്രവർത്തികൾ, ഇതിനെയെല്ലാം നന്നായിട്ട് ഈ പ്രോജക്റ്റിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രോജക്റ്റ് ശ്രദ്ധയിൽ പിന്നെ നമുക്ക് ചിന്തിക്കാം എന്താണ് ഇതിൻ്റെ അകത്തെ സംഗതികൾ എന്ന് നമുക്കൊന്ന് അവലോകനം ചെയ്യുന്നത് നന്നായിരിക്കും. The book of Exodus
It's the second book of the Bible, and it picks up the storyline from the previous book, Genesis, which ended with Abraham's grandson, Jacob, leading his large family of 70 people down to Egypt. Now, Jacob's 11th son, Joseph, had been elevated to second in command over Egypt, and he had saved his whole family in a famine. And so Pharaoh, the king of Egypt, offered the family to come live there as a safe haven. And so eventually Jacob dies there in Egypt, and Joseph and all his brothers do too. About 400 years pass, and the story of the Exodus begins. Now, that name refers to the event that takes place in the first half of the book, Israel's exodus from Egypt. But the book has a second half that takes place at the foot of Mount Sinai. In this video, we'll just focus on the first half, where centuries have passed, and the Israelites were fruitful and multiplied, and they filled the land. Now, this line is a deliberate echo back to the blessing that God gave all humanity back in the Garden of Eden. And it reminds us of the big biblical story so far. Humanity forfeited God's blessing through sin and rebellion, and so God chose Abraham's family as the vehicle through which he would restore his blessing to all the world. But the new Pharaoh does not view Israel as a blessing. He actually thinks this growing Israelite immigrant group is a threat to his power. And so just as in Genesis, humanity rebels against God's blessing, so here Pharaoh attempts to destroy the source of God's blessing, the Israelites. He brutally enslaves them in forced labor, and then he orders that all the Israelite boys be drowned in the Nile River. Now, Pharaoh, he is the worst character in the Bible so far. His kingdom epitomizes humanity's rebellion against God. Pharaoh has so redefined good and evil according to his own interests that even the murder of innocent children has become good to him. And so Egypt has become worse than Babylon from the book of Genesis. And so now Israel cries out for help against this new Babylon, and God responds. God first turns Pharaoh's evil upside down as an Israelite mother throws her boy into the Nile River, but in a basket. And so he floats safely right down into Pharaoh's own family. He's named Moses, and he grows up to eventually become the man that God will use to defeat Pharaoh's evil. In the famous story of the burning bush, God appears to Moses and commissions him to go to Pharaoh and order him to release the Israelites. And God says that he knows Pharaoh will resist, and so he will bring his judgment on Egypt in the form of plagues. Then God also says that he will harden Pharaoh's heart. And so we're introduced into the next main part of the story, the confrontation between God and Pharaoh. Now, what does this mean that God says he'll harden Pharaoh's heart? It's super important to read this section of the story really closely and in sequence. In Moses and Pharaoh's first encounter, we're told simply that Pharaoh's heart grew hard. There's no implication that God did anything. And so in response, God sends the first set of 5 plagues, each one confronting Pharaoh and one of his Egyptian gods. And each time, Moses offers a chance for Pharaoh to humble himself and to let the Israelites go. But after each plague, we're told that Pharaoh either hardened his heart or that his heart grew hard. He's doing this of his own will. And so eventually, it's with the second set of 5 plagues that we begin to hear how God hardened Pharaoh's heart. So the point of the story seems to be this. Even though God knew that Pharaoh would resist his will, God still offered him all of these chances to do the right thing. But eventually, Pharaoh's evil reaches a point of no return. I mean, even his own advisors think that he has lost his mind. And it's at that point that God takes over and bends Pharaoh's evil towards his own redemptive purposes. God lures Pharaoh into his own destruction as he saves his people, which is what happens next. With the final plague, it's the night of Passover, and God turns the tables on Pharaoh. Just as he killed the sons of the Israelites, so God will kill the firstborn in Egypt with a final plague. But unlike Pharaoh, God provides a means of escape through the blood of the Lamb. And here the story stops and introduces us in detail to the annual Israelite ritual of Passover. On the night before Israel left Egypt, they sacrificed a young, spotless lamb and painted its blood on the doorframe of their house. And when the divine plague came over Egypt, the houses covered with the blood of the lamb were passed over, and the son spared. And so every year since, the Israelites have reenacted that night to remember and to celebrate God's justice and his mercy.
But Pharaoh, because of his pride and rebellion, he loses his own son, and he's compelled to finally let the Israelites go free. And so the Israelite slaves make their exodus from Egypt. But no sooner do they leave that Pharaoh changes his mind, and he gathers his army and chases after the Israelites for a final showdown. As the Israelites pass through the waters of the sea safely, Pharaoh charges towards his own destruction. The Exodus story concludes with the first song of praise in the Bible. It's called the Song of the Sea. And the final line declares that the Lord reigns as king. And then the song retells in poetry what the story of God's kingdom is all about. It's about how God is on a mission to confront evil in his world and to redeem those who are enslaved to evil. God is going to bring his people into the promised land where his divine presence will live among them. This story is what it looks like when God becomes king over his people. So after the Israelites sing their song, the story takes a sharp turn. The Israelites, they're trekking through the wilderness on their way to Mount Sinai, and they're hungry, they're thirsty, and they start criticizing Moses and God for even rescuing them. They say they long for the good old days in Egypt. I mean, it's crazy. So God graciously provides food and water for Israel in the wilderness, but these stories, they cast a dark shadow. And we begin to wonder, could it be that Israel's heart is just as hard as Pharaoh's? We shall see. But for now, that's the first half of the book of Exodus. വളരെ മനോഹരമായിട്ട് ബൈബിൾ പ്രോജക്റ്റുകാർ അതിനെ നറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ വചനം വായിക്കുമ്പം ഉണ്ടാകുന്നൊരു ഫീലിംഗ് അല്ല ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം ഈ ഫാർവേ ഈ സാമ്രാട്ടിനെ ഒരു വളരെ ഈവിളായിട്ടുള്ള അല്ലെങ്കിൽ പൈശാചികനായ ഒരു ചക്രവർത്തിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ അങ്ങനെ ആയിരിക്കാം, നാം ചിന്തിക്കാത്തൊരു കാര്യം കൂടെ. അത് തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപായം ചിന്തിക്കുന്ന, അങ്ങനെ ക്രൂരനായ ഒരു മനുഷ്യനെ, ഒരു ചക്രവർത്തിയെ ചരിത്രത്തിൽ കാണുന്നു. അദ്ദേഹത്തിൽ ആവസിക്കുന്ന, അദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്ന ആ പൈശാചികമാകുന്ന ആ വ്യക്തിത്വത്തോടു കൂടെ ദിവ്യത്വമല്ല കാണുന്നത്, പിശാച് ഡിമൻ അല്ലെങ്കിൽ പിശാച് പൊസസ്ഡായ ഒരു വ്യക്തിയെ പോലെ തോന്നുന്നു. അത്രമാത്രം ക്രൂരതയോടുകൂടി ക്രൂരനായി കാണുന്നു. അപ്പോൾ ദൈവമക്കൾ എപ്പോഴും പഠിക്കാനുള്ളൊരു കാരണം, ഈ ലോകത്തിലെ ഭരണാധികാരികൾ ഇവരൊക്കെയും പ്രാർത്ഥിക്കാനും ഇവരൊക്കെയും എപ്പോഴും അനുഗ്രഹമായി തീരണമെന്നില്ല. അപ്പോൾ അവർക്കുണ്ടായ കഷ്ടപ്പാടാണ് ആദ്യ പുസ്തകത്തിൽ കാണിക്കുന്നത്. അവർ ചുരുക്കം പേരായിട്ട് ചെല്ലുന്നു, അവരധികം വർദ്ധിപ്പിക്കുന്നു, അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു. ഒരു നല്ല കാലം, നല്ല കാലമെല്ലാം പോയിട്ട് കഷ്ടകാലം, യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തില, എങ്കിലും ഇവരുടെ കഷ്ടകാലത്ത് ജനിച്ച മോശ, ആ മോശയുടെ ആദ്യകാല അനുഭവങ്ങൾ, അവിടെ മാതാവും പിതാവും, ആ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അവിടെ അടിമവേലകൾ. എന്നാൽ ദൈവം അവിടുന്ന് 10 ബാധകൾ അയച്ച് അവരെ വിടുവിക്കുന്നു. ആ വിടുതലിൻ്റെ ആ സന്ദേശം നൽകിത്തരുന്നത് വളരെ രസകരമാണ്. കാരണം അത് വളരെ സിമ്പിളായ മാർഗം. ഒരാട്ടിൻകുട്ടിയെ എടുത്ത് മാറ്റി വയ്ക്കുന്നു, അതിൻ്റെ രക്തം കട്ടളക്കാൽമേലും കുറുമ്പടിമേലും തൂത്ത് സംഹാരകൻ്റെ താണ്ഡവത്തിൽ നിന്ന് ഇവരെ ഒഴിഞ്ഞു മാറി ഒരു രാത്രി കൊണ്ട് ഒരു രാഷ്ട്രമായി മാറുന്നു, ഇസ്രയേലായി മാറുന്നു. യാക്കോബിൻ്റെ മക്കൾ ഇസ്രയേലായി മാറുന്നു. അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു. അങ്ങനെ അവരെ ഏകദേശം 430 വർഷത്തെ ആ ഒരു ചരിത്രത്തിന് തിരശീല വീണ് ഒരു പുതിയ ചരിത്രം തുടങ്ങുന്നു. അതാണ് ഈ രണ്ടാം ഭാഗം തുടങ്ങുന്നത്. രണ്ടാം ഭാഗം തുടങ്ങുമ്പോൾ 19-ാം അധ്യായം പുറപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോകുക, പുറപ്പെട്ടു പോരുക എന്നുള്ള അർത്ഥത്തിൽ ആ ഗ്രീക്ക് എബ്രായ പദങ്ങളിലെല്ലാം കിടക്കുന്നതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ആ പേര് കിട്ടിയിരിക്കുന്നത്. അപ്പം കടന്നു പോകുക, ന്യായവിധിയിൽ നിന്ന് കടന്നു പോവുക, അങ്ങനെ മിസ്രൈമിൽ നിന്ന് കടന്നു പോവുക, ഹാമിൻ്റെ ദേശത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുക, അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ വരാൻ പോകുന്ന ന്യായവിധിയിൽ അവർ ഒഴിവുള്ളവരായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പെസഹ കുഞ്ഞാട് എന്ന് പറയുന്ന ആട്ടിൻകുട്ടി അവർ അറുത്തു. അവൾ പെസഹ എന്ന് പറയുമ്പോൾ ഒഴിഞ്ഞു പോക്ക്, കടന്നു പോക്ക് എന്ന അർത്ഥത്തിലാണല്ലോ അത് പാസോവർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇതിനെ നിഴലായി നാം കണക്കാക്കുന്നത് എന്താണ്? യേശു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ ഓരോ കുടുംബത്തിനും അല്ല, വ്യക്തിപരമായി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ്.
അവിടെ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയുടെ രക്തം നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെടുക എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വാസത്താലാണ്. ആ യേശു ഒരിക്കലായി തൻ്റെ ദേഹമെന്ന, അപ്പോൾ യേശു ഒരിക്കലായി അർപ്പിച്ച തൻ്റെ ത്യാഗപൂർണമായ കാൽവറിയിലെ മരണത്താൽ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം കൊടുത്ത വിടുതൽ, ഒഴിഞ്ഞുപോക്ക്, പുറപ്പാടിനെ കുറിച്ചാണ് ഇത് കാണിക്കുന്നത്. എത്ര അനുഗ്രഹമായിട്ടാണ് ഇതിനെ നറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എത്ര കാര്യക്ഷമമായി ഇതിനൊന്ന് പഠിക്കേണ്ട ആവശ്യമാണ്, ചിന്തിക്കേണ്ട ആവശ്യമാണ്. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മെ വേർതിരിക്കുന്നത്, നമ്മെ ശുദ്ധീകരിക്കുന്നത്, നമ്മെ വിടുവിക്കുന്നത്, മരണാനന്തര ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എല്ലാം തന്നെ ഈ പുസ്തകത്തിൽ മനസ്സിലാക്കുവാൻ, നിഴലായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. പൊരുളായിട്ട് ന്യൂ ടെസ്റ്റമെന്റ് നമുക്ക് പഠിക്കാം. അപ്പോൾ തന്നെ നമുക്കറിയാം, ഇവരുടെ അതുവരെ അവർക്ക് ആരാധനയില്ലായിരുന്നു. അവർക്ക് പ്രത്യേകമായ മോശയുടെ കവനന്റ്, അതുപോലെ തന്നെ പ്രത്യേക നിയമങ്ങൾ എല്ലാം, അതുപോലെ ടെമ്പിൾ വർഷിപ്പ്, ഇങ്ങനെയുള്ള പ്രീസ്റ്റ് പുരോഹിതന്മാരാൽ നയിക്കപ്പെടുന്ന ആരാധനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ വരുന്നത്. ആദ്യ ഭാഗം പുറപ്പാടിൻ്റെ ഈ 430 വർഷം കഴിഞ്ഞുള്ള പുറപ്പാട്. തുടർന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ആരാധനകൾ, അവിടെ പ്രത്യേക രീതിയിലുള്ള ദൈവത്തിൻ്റെ കൽപ്പനകൾ ഒക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം 10 കൽപ്പന എല്ലാവർക്കും അറിയാം. ഈ 10 കൽപ്പനയുടെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് ലോകത്തിലുള്ള എല്ലാ നിയമങ്ങളും നിന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അല്ലെങ്കിൽ മനുഷ്യ സംസ്കാരത്തിൽ ഉടലെടുത്ത നിയമങ്ങൾ സാമൂഹ്യമായിട്ടുള്ളതുണ്ട്, സോഷ്യലായിട്ടുള്ളത്, അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിഴലായി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പൊരുളായി നമുക്ക് ന്യൂ ടെസ്റ്റമെന്റിൽ അതെടുക്കുവാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അതുവരെ ഈ ഭാഗം ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുക. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.